ബിസിനസ്മാൻ ബല്ലുവിന് ഇതൊരു ശീലമായി മാറി. ഡ്രസ്സ് മാറ്റുന്നത് പോലെ ബിസിനസ്സും മാറും. പക്ഷെ എന്താണ് കുഴപ്പമെന്നോ, ഒരു ബിസിനസ്സും നന്നായി പോകുകയില്ല. കാരണം ബല്ലുവിന്റെ ബിസിനസ്സും അവന്റെ വസ്ത്രം പോലെ വ്യത്യസ്തതയുള്ളതായിരുന്നു. ഈ ലോകത്തുള്ള വില കുറഞ്ഞ എല്ലാ ബിസിനസ്സുകളും എല്ലാം ബല്ലു ട്രൈ ചെയ്തിരുന്നു. അതുകൊണ്ട് ഗ്രാമവാസികളെല്ലാം ബല്ലുവിന്റെ കടയല്ലാതെ മറ്റു കടകളിലേക്ക് പോകുമായിരുന്നു. കാരണം ബല്ലുവിന്റെ കടയ്ക്കുള്ളിൽ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് വരുമെന്ന് പറയാൻ കഴിയില്ല. എന്താ ചേച്ചി നോക്കിയിട്ട് നോക്കാത്ത പോലെ പോന്നേ? ഈ പെർഫ്യൂം ഉപയോഗിച്ച് നോക്കൂ. 5 ദിവസം ചാണകത്തെ നല്ല ശുദ്ധമാക്കി അതിനെ ഫിൽട്ടർ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്ത് നിറയെ പണികളൊക്കെ ചെയ്ത് മണത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വളരെ കഷ്ടപ്പെട്ടാ ഇത് ചെയ്തിരിക്കുന്നേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ഭർത്താവ് പെറുക്ക കൂടെ ചുറ്റും. ഒന്ന് പോടെ ചക്ക. അദ്ദേഹം എന്നെ സ്നേഹിക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കോ? ഈ ഗ്രാമത്തെ മുഴുവൻ നാറ്റിക്കുന്ന ഈ വസ്തു വീട്ടിലേക്ക് എടുത്തിട്ട് പോണെന്ന് നീ പറയുന്നോ? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരു ദിവസം എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പെർഫ്യൂം യൂസ് ചെയ്ത് നോക്ക്. ചേച്ചി ഞാൻ പറയുന്നേക്ക് ഒന്ന് നിക്ക്. എന്ത് ചെയ്യാനാ, ഇവരും അങ്ങ് പോയി കഴിഞ്ഞല്ലോ. എന്റെ ദൈവമേ, ഇനി എത്ര നാൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കണം? ബല്ലു, ഞാൻ ചെയ്തോണ്ടിരുന്ന അഗർബത്തി ബിസിനസ് നീയല്ലേ പൂട്ടിച്ചത്? എന്താ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ ഇരിക്കാൻ പോവാണോ? ഈ വിദേശ പെർഫ്യൂമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ ചിലപ്പോ ഒരു ഗ്രാമത്താനായിരിക്കും, പക്ഷെ ഈ പെർഫ്യൂമിന്റെ മണത്തിനെ കുറിച്ചൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അത് മാത്രമല്ലാതെ ചാണകത്തിന്റെ മണം എങ്ങനെയായിരിക്കും നിനക്ക് അറിയാലോ അല്ലേ? അത് ഉപയോഗിക്കാനും പറ്റില്ല, അത് പിന്നെ തുണികൾ പൂശാനും പറ്റില്ല. അതുകൊണ്ട് നീ ഈ നാറ്റം നിന്റെ കൂടെ തന്നെ വെച്ചോ. എന്നെ ഈ കാര്യത്തിന് വിളിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പ്രയോജനവും ഇല്ല. എപ്പോഴാണോ ഈ കടയുടെ പുറത്ത് ആൾക്കാർ ലൈനിൽ നിന്ന് ഈ ഫോറിൻ പെർഫ്യൂം വാങ്ങിക്കാൻ പോകുന്നതോ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇത് മേടിക്കാൻ വേണ്ടി ദൂരെയുള്ള നഗരത്തിൽ നിന്ന് ആൾക്കാർ വരും. അതെ മോനെ, നോക്കാം. പെർഫ്യൂമിന്റെ കൂടെ നിന്നെ കൂടെ പൊക്കിക്കൊണ്ടുപോകാൻ ആൾക്കാർ വരും. പതുക്കെ പതുക്കെ ബല്ലുവിന്റെ പെർഫ്യൂമിന്റെ ആ ദുർഗന്ധം ഗ്രാമം മുഴുവൻ പരന്നു. ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ മൂക്കിൽ തുണി കെട്ടിയിട്ടാണ് സഞ്ചരിക്കാറുള്ളത്. വല്ലാതെ മടുത്തുപോയി ലച്ചു ചേട്ടൻ അദ്ദേഹത്തിന്റെ കടയ്ക്ക് മുന്നിൽ 500 അഗർബത്തി പാക്കറ്റുകൾ ഒന്നാകെ കത്തിച്ചു വെച്ചു. പക്ഷെ ബല്ലുവിന്റെ കടയിലെ പെർഫ്യൂമിന്റെ മുന്നിൽ എല്ലാവരുടെയും മൂക്കേ അടഞ്ഞുപോയി. അങ്ങനെ ഗ്രാമം മുഴുവൻ ബല്ലുവിന്റെ കടയ്ക്ക് മുന്നിൽ കൂടിച്ചേർന്നു, ആ കട അടയ്ക്കാൻ വേണ്ടി പറഞ്ഞ്. എന്താ ബല്ലു, നീ ഇങ്ങനെയൊക്കെ കാണിച്ച് ജനങ്ങളുടെ മൂക്ക് തന്നെ പൊട്ടിച്ചു വെക്കാൻ പോണോ? എത്രയും വേഗം കഴിയോ അത്രയും വേഗം നിന്റെ ഈ വ്യാപാരമൊക്കെ നിർത്തിക്കോ. അല്ലെങ്കിൽ ഞങ്ങൾ വേണം വല്ലതും ചെയ്യാൻ. നമ്മുടെ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഗ്രാമവാസികൾക്ക് ഈ പെർഫ്യൂമിന്റെ മണം നാറ്റമായിട്ടാണോ തോന്നുന്നത്? നിങ്ങൾ എന്നെ ഇതിനു വേണ്ടി അഭിനന്ദിക്കണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഫോറിൻ പെർഫ്യൂം മണപ്പിക്കാനുള്ള ചാൻസ് അല്ലേ ഞാൻ തരുന്നത്, അതും ഫ്രീന്. സിറ്റിയിലുള്ള ആൾക്കാർ എന്റെ പെർഫ്യൂമിനെ പറ്റി ഒരു ദിവസം മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നോക്കിക്കോളൂ, എന്റെ ജീവിതം തന്നെ മുഴുവനായി മാറിപ്പോവും. നിന്റെ ഭാവിയെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷെ നിന്റെ ഈ കട നീ അടച്ചുപൂട്ടിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ശ്വാസം വിടാതെ മരിക്കേണ്ടി വരും. നിന്നെ കൊണ്ട് എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ഇത് അടച്ചുപൂട്ടിക്കോ. ഇത് ഞാൻ തരുന്ന വാർണിംഗാ. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. പക്ഷേ ബല്ലുവിന്റെ ഒരു പെർഫ്യൂം കൂടെ വിറ്റുപോയില്ല. ബല്ലുവിനിപ്പോൾ എന്തു തോന്നിയെന്നോ, ഈ ബിസിനസ്സും ഉടനെ തന്നെ നിർത്തണമെന്ന്. കാരണം ഈ ജനങ്ങൾക്കൊന്നും ബ്രാൻഡഡ് സാധനങ്ങളെ പറ്റി അറിവില്ല എന്ന്. പക്ഷേ ഈ ബിസിനസ് നിർത്തുന്നതിന് മുൻപ് പുതിയൊരു ബിസിനസിനെ പറ്റി ചിന്തിക്കണ്ടേ? അതുകൊണ്ട് ബല്ലു ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് പുതിയതായിട്ടൊരു ശർക്കര ബിസിനസ് തുടങ്ങിയാൽ? അപ്പോൾ അവൻ ചിന്തിച്ചു, തന്റെ കടയിലേക്ക് ഈച്ചയും തേനീച്ചയും എല്ലാം വരുമെന്ന്. എന്നിട്ട് അവിടെ തന്നെ അവ ഇരുന്ന് കൂടുകൂട്ടി തേൻ കിട്ടുമെന്ന്. ആ തേനെടുത്ത് വിറ്റ് ഒരുപാട് പണം സമ്പാദിക്കാമെന്നും അവൻ വിചാരിച്ചു. ഇപ്പോൾ ജനങ്ങൾക്ക് ആ ദുർഗന്ധം ഇല്ലാതായി. പക്ഷെ അവരെല്ലാം ശ്രദ്ധിച്ചു, ബല്ലുവിന്റെ കടയുടെ ചുമരിൽ എന്തോ വിചിത്രമായി ഉള്ളത്. മാത്രമല്ല 4 വശവും തേനീച്ചകളും ഈച്ചകളും ചുറ്റി നടക്കുന്നത്. എടാ ബല്ലു, നീ ഇതെന്താ ഈ തേച്ചോണ്ട് നിക്കുന്നേ? നീ എന്താ ഈ പുതിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്ക? ഇത്രമാത്രം ഈച്ചകളോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം ഈച്ചകൾ കണ്ടിട്ടില്ല. ചേട്ടാ, ഇന്നു മുതൽ ഞാൻ തേൻ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. ഈ ശർക്കര വെച്ച് ഞാൻ എല്ലാ തേനീച്ചകളും ഇങ്ങോട്ടേക്ക് വരുത്താൻ പോവാ. അതെല്ലാം ഇങ്ങോട്ടേക്ക് വന്ന് കൂട് കെട്ടാൻ പോവാ. പിന്നെ അത് കാരണം എനിക്ക് കുറെ തേൻ കിട്ടാൻ പോവാ. ആ തേൻ വിറ്റ് ഞാൻ എന്റെ ബിസിനസ് വലുതാക്കാൻ പോവാണ്. പക്ഷെ ഇതിന്റെ പുറത്ത് വന്നിരിക്കുന്ന തേനീച്ചകളെല്ലാം എവിടുന്നാ തേൻ തരാൻ പോകുന്നേ? അത് നീ ഒന്ന് പറഞ്ഞു തന്നെ.
മതി ചേട്ടാ, ഇത് വെറും ആരംഭമല്ലേ. പൂന്തോറും നോക്കിക്കോ, കുറച്ചു കുറച്ചായിട്ട് തേനീച്ചകളും വരാൻ തുടങ്ങിക്കോളും. എന്താ ചേട്ടാ, എല്ലാ സൈഡിലും ഈച്ചകളാണല്ലോ. നിങ്ങളുടെ കട ഇവിടുന്ന് കാണുന്നേയില്ല. ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി അഗർബത്തി മേടിക്കാൻ വന്നതാ. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ ബല്ലു തിരിച്ചും പ്രശ്നം ഉണ്ടാക്കാൻ വരാണോ? എന്റെ ദൈവമേ, എവിടുന്ന എത്ര ഈച്ചകൾ വന്നിരിക്കുന്നേ! എല്ലാരും ഓടിക്കോ, ഈച്ചകളുടെ ഒരു പട തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓടിക്കോളൂ. ഈ ബല്ലു നമ്മളെ സമാധാനമായി ജീവിക്കാൻ വിടില്ല എന്നാ തോന്നുന്നേ. ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ് മൊത്തം ഗ്രാമത്തിനെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കവൻ. ഇപ്പം നമ്മൾ അവനെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള സമയമായി. ഒന്ന് ഈ ഗ്രാമത്തിൽ ആ ബല്ലു കാണണം, അല്ലെങ്കിൽ നമ്മൾ. വരൂ. അങ്ങനെ ആ ഗ്രാമം മുഴുവൻ ബല്ലുവിന്റെ പുതിയ ബിസിനസ് എതിർക്കാൻ തുടങ്ങി. ഗ്രാമത്തിന് 4 വശവും ഈച്ചയോടീച്ച. ആ ഗ്രാമത്തിൽ ബല്ലു ജീവിക്കുന്നത് എല്ലാവർക്കും ഒരു ശാപമായി തോന്നി. കാരണം ഗ്രാമവാസികളാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. വീണ്ടും എല്ലാവരും ചേർന്ന് ബല്ലുവിന്റെ കടയിലേക്ക് എത്തിച്ചേർന്നു. ബല്ലു, നീ എന്താ പുതിയ പുതിയ പ്രശ്നങ്ങളുമായി വരുന്നത്? എന്താ ഇതൊക്കെ? എവിടുന്നാ ഇത്ര ഈച്ചകൾ വന്നത്? ചൗധരിയേട്ടാ, ഇത് ഈച്ചയല്ല, തേനീച്ചയാണ്. എന്ത്? നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ബല്ലുവിന്റെ കടയിൽ നിന്ന് തേൻ മേടിച്ച് കഴിച്ചു നോക്ക്. ഈ തേനീച്ചകൾ തേൻ ഉണ്ടാക്കാൻ വേണ്ടി ബല്ലുവിന്റെ കടയിലേക്ക് വരികയാണ്. അതുപോലെ ഞാനിതിൽ മായവും ചേർക്കത്തില്ല. ദൂരെയുള്ള നാട്ടിൽ നിന്ന് ആൾക്കാർ ഈ തേൻ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? ഇങ്ങനത്തെ സ്ഥലത്തിലിരിക്കുന്ന തേനീച്ചകൾ നിനക്ക് വേണ്ടി തേൻ ഉണ്ടാക്കുമെന്നാണോ പറയുന്നേ? നിന്റെ തലയ്ക്ക് എന്താ പ്രശ്നം? വട്ടായോ? എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല ചേട്ടാ. ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾക്കാ പ്രശ്നമുള്ളത്. ഞാൻ ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നാ തോന്നുന്നേ. പക്ഷെ നിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ലാഭം വരണ്ടേ? പിന്നെ എന്താ പ്രയോജനം? നിന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കാന്നാ? ജനങ്ങൾക്ക് മനസ്സിലായി. അതായത് ബല്ലുവിനെ മനസ്സിലാക്കിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന്. എല്ലാവരും തിരിച്ച് അവരവരുടെ വീട്ടുകളിലേക്ക് പോയി. ബല്ലു ആണെങ്കിലോ തന്റെ ജോലി തുടർന്നു. അതായത് ശർക്കരയെടുത്ത് തന്റെ കടയുടെ ചുമരുകളിൽ പൂശാൻ തുടങ്ങി. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഇപ്പോൾ തേനീച്ചകളെല്ലാം വരും, വീടുണ്ടാക്കും, തേനും ഉണ്ടാക്കാൻ തുടങ്ങുമെന്ന് അവൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ വെള്ളക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരാൾ ബല്ലുവിന്റെ കടയിലേക്ക് വന്നു. ഹേയ്, ഇവിടെ എന്തുതരം സാധനങ്ങളാ വിൽക്കുന്നത്? എന്റെ പൊന്ന് സാറേ, വരൂ, ഇങ്ങോട്ടേക്ക് വരൂ. ഞാൻ ഇവിടെ തേനാ വിൽക്കുന്നത്. ദൈവമായിട്ടാ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കസ്റ്റമറിനെ എന്റെ കടയിലേക്ക് അയച്ചു വിട്ടത്. തേനോ? വാട്ട് ഡു യു മീൻ? എന്ന് വെച്ചാ ഹണി ഷോപ്പ്, ഹണി ബീ. ഓക്കെ. എന്നാ ഹണി എവിടെയാ? ഹണി ഇവിടെ വെറും ഈച്ചകൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഓർഡർ മാത്രം തന്നിട്ട് പോയാൽ മതി. കുറച്ച് ദിവസത്തിനകത്ത് തന്നെ ഞാൻ ഹണി തരാം. ശരി, പറയൂ, എത്ര കിലോയാ വേണ്ടത്? നോ, ഞാൻ തേൻ മേടിക്കാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആനിമൽസിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേഗം തന്നെ കുറെ പാമ്പുകളുടെ ആവശ്യമുണ്ട്. പാമ്പ് വേണോന്നോ? എത്ര പാമ്പുകളാ വേണ്ടത്? നിന്നെ കൊണ്ട് എത്ര തരാൻ പറ്റുമോ? അത് 1000കണക്കായാലും സാരല്ല. പക്ഷെ അതിനേക്കാളും കുറവാവരുത്. ഞാൻ ഇന്ന് തിരിച്ചു പോകാൻ പോവാ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതിനകത്ത് നീ അറേഞ്ച് ചെയ്ത് വെക്ക്. ഓക്കെ, ബൈ, സീ യു സൂൺ. ഓക്കെ, എല്ലാം ഞാൻ റെഡിയാക്കി വെക്കാം. ഒന്നും പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിട്ട് വാ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ആഹാ, ഇപ്പം നല്ല സന്തോഷമുണ്ട്. പുതിയ ബിസിനസ്, പുതിയ കോൺട്രാക്ട്. കുറെ പൈസ കിട്ടും എനിക്ക്. 1000 പാമ്പുകൾ, 1000 ഫോറിൻ കറൻസി. എന്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോവാ. വാവ്, ഞാൻ എന്ത് നന്നായിട്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നേ. കുറച്ചു സമയം കൊണ്ട് തന്നെ ശർക്കര മുഴുവൻ തീർന്നു. തേനീച്ചകളെല്ലാം പമ്പ കടന്നു. ഗ്രാമത്തിലെ ഈച്ചകളെല്ലാം പോയതിനു ശേഷം ജനങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നോ? അതായത് ഈ ബിസിനസ്സും ബല്ലു നിർത്തിപ്പോയെന്ന്. അതേ സമയത്ത് അവർക്ക് പേടിയും ഉണ്ടായിരുന്നു. ഇതിനുശേഷം എന്താ ഒരു പുതിയ പ്രശ്നത്തെ ബല്ലു കൊണ്ടുവരുമെന്ന്. പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചു. ബല്ലുവിന്റെ കടയിൽ വച്ച ബോർഡ് കണ്ടതും അതിൽ വളരെ വ്യക്തമായി എഴുതിയിരുന്നു പാമ്പുകളുടെ കട എന്ന്. എന്റെ ദൈവമേ, ഈ പാമ്പുകൾ എവിടുന്നാ വന്നത്? രക്ഷിക്കൂ! എന്താ ചേട്ടാ,
എന്തിനായി കിടന്ന് അലർന്നേ? ഇതെല്ലാം എന്റെ പാമ്പുകളാ. ഞാനിപ്പോ പുതിയ ബിസിനസ്സാ തുടങ്ങിയിരിക്കുന്നത്, പാമ്പ് ബിസിനസ്. എന്റെ കയ്യിൽ എല്ലാ ടൈപ്പ് പാമ്പും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയേ. മനസ്സിലായോ? എന്ത്, നീ ഇപ്പൊ പാമ്പ് വിൽക്കാൻ പോകുന്നോ? നീ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സമയമായി. അവിടെ അവര് നിനക്ക് നല്ല മരുന്ന് തന്നെ നോക്കിക്കോളും. ആ, അയ്യോ, പാമ്പ് കടിച്ചു, ആരെങ്കിലും വന്ന് രക്ഷിക്കേ, എന്നെ പാമ്പ് കടിച്ചു, ആരെങ്കിലും വന്ന് രക്ഷിക്കേ, എന്നെ പാമ്പ് കടിച്ചു. എന്താ ചേട്ടാ, എന്ത് സംഭവിക്കാനാ? ഒന്നും ആവത്തില്ല. നിങ്ങൾക്കൊരു 2 ദിവസം ഫീവർ ആണോ? അത്രേ ഉള്ളൂ. പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ. പോയി നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. എന്റെ പണി ചെയ്യാൻ വിട്. ഇനിയും കുറെ പാമ്പുകളെ കൊണ്ടുവരാനുണ്ട്. ലച്ചുവേട്ടൻ നേരെ ചൗധരിയെ കാണാൻ പോയി, ബല്ലുവിനെ പറ്റി പരാതി പറയാൻ. ചൗധരി സാർ, ഇങ്ങോട്ടേക്ക് നോക്ക്. ആ ബല്ലുവിന്റെ പാമ്പ് എന്നെ ഇന്ന് വന്ന് കടിക്കുകയും ചെയ്തു. അവനിപ്പോ പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കാ, പാമ്പ് ബിസിനസ്. എന്ത്, പാമ്പ് ബിസിനസ്സോ? ആ ബല്ലുവിന് ഒരു നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയമായി. ഗ്രാമവാസികളെല്ലാവരും ബല്ലുവിന്റെ കടയിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പൊ നീ എന്ത് ചെയ്യാ ബല്ലു? പുതിയ പ്രശ്നം ഉണ്ടാക്കുകയാണോ? ഈ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികളെ വെറുതെ വിടില്ലേ നീ? ആരെങ്കിലും വന്ന് ഈ പാമ്പൊക്കെ മേടിക്കോ? എന്റെ ചൗധരി ചേട്ടാ, എനിക്കൊരു വലിയ കോൺട്രാക്റ്റാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, പാമ്പ് വിൽക്കാൻ വേണ്ടി, അതും ഫോറിനീന്ന്. വേഗം തന്നെ എന്റെ പാമ്പുകളെല്ലാം വിറ്റതിന് ശേഷം നിങ്ങൾ നോക്ക് എന്റെ പേര് എന്ത് ഫേമസ് ആവുമെന്ന്, എത്ര ദൂരത്തേക്കെന്ന്. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. കുറച്ച് പൈസ ഞാൻ ഗ്രാമത്തിലേക്കും ദാനമായി കൊടുക്കാം. അയ്യോ, പാമ്പ് എന്നെ വന്ന് കടിച്ചോ. അയ്യോ അയ്യോ, രക്ഷിക്കൂ, ചൗധരി ചേട്ടനെ പാമ്പ് കടിച്ചു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ബല്ലു. ചൗധരി സാർ, നിങ്ങളെ ഈ പാമ്പ് കടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. നിങ്ങളെ കടിച്ച കാരണം എന്റെ പാമ്പിനൊന്നും പറ്റാതെ ഇരിക്കാനാ ഞാൻ നോക്കുന്നത്. പോയിക്കോളൂ, ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. കുറച്ചു നാളുകൾക്ക് ശേഷം ബല്ലുവിന്റെ വിദേശ കസ്റ്റമർ തന്റെ അസിസ്റ്റന്റിനെയും കൂട്ടി ഒരു ബാഗുമായി അങ്ങോട്ടേക്ക് വന്നു. ബല്ലു ആണെങ്കിലോ അവരെ ശ്രദ്ധിക്കുന്നതിനു പകരം ആ ബാഗിലേക്കാണ് അവന്റെ ശ്രദ്ധ പോയത്. അടിപൊളി, ഇവര് രണ്ടുപേരും എന്നെ ബിസിനസ്സിൽ വലിയ ആളാക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഗ്രാമത്തിൽ ഞാനായിരിക്കും ഏറ്റവും വലിയ പണക്കാരൻ. ഹലോ മൈ ഫ്രണ്ട്, നിങ്ങൾ വരാൻ എന്താ ഇത്രയും സമയമായത്? ഇങ്ങോട്ടേക്ക് നോക്കൂ. ഈ ഗ്രാമത്തിലും അടുത്തുള്ള ഗ്രാമത്തിലും ഉള്ള എല്ലാ പാമ്പുകളെയും ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. വാവ്, വെരി നൈസ്. ഞങ്ങളിപ്പോ ഒരു റിസർച്ച് നടത്താൻ പോവാ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ. ആ വെള്ളക്കാരൻ തന്റെ അസിസ്റ്റന്റിന്റെ സഹായത്തോടെ ഒരു മാഗ്നിഫയിങ് ഗ്ലാസും വെച്ച് ആ പാമ്പുകളെല്ലാം നിരീക്ഷിച്ചു തുടങ്ങി. താങ്ക് യു വെരി മച്ച് മൈ ഫ്രണ്ട്, ഗുഡ് ജോബ്. ഞങ്ങൾ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കാൻ പോവാ. അപ്പോ ഏത് പാമ്പ് കടിച്ചാലും അവർക്ക് ഒരു പ്രശ്നവും വരത്തില്ല. വാവ്, വണ്ടർഫുൾ. ഞങ്ങളിപ്പോ ഇറങ്ങുക. ബൈ. അയ്യോ, എന്റെ പൈസയോ? അപ്പോ ഈ പാമ്പിനെ വെച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേ? ഗുഡ് ഡേ ഫ്രണ്ട്, സീ യു. ദേ നോക്കിയേ, ഒന്ന് നിക്കേ. എന്റെ ദൈവമേ, ഈ ബിസിനസ്സും കഴിഞ്ഞോ? വരൂ, നിങ്ങൾ ആനിമൽസിനെ കഷ്ടപ്പെടുത്തിയത് കാരണം നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. വരൂ. എന്ത്? അതെ, ഞങ്ങളുടെ കൂടെ വരൂ. ഇല്ലല്ല സർ, എന്നെ വിട്ടേക്കൂ സർ. ഇങ്ങനത്തെ മോശപ്പെട്ട ജോലികളൊന്നും ഞാൻ ചെയ്യത്തില്ല സർ. എന്നെ ഒന്ന് ക്ഷമിക്കൂ സർ. ഈ പാമ്പുകളെല്ലാം കാട്ടിനകത്ത് കൊണ്ടുപോയി വിട്ടേക്ക്. തിരിച്ചു ഇങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാ എന്ത് സംഭവിക്കും നീ തന്നെ നോക്കിക്കോ.